കൃത്യമായി പറഞ്ഞാൽ 2014 ഇന്ത്യൻ സൂപ്പർ ലീഗിന് തുടക്കം കുറിക്കുമ്പോൾ അമിതമായ പ്രതീക്ഷകൾ കൊണ്ട് പന്തു തട്ടിയവരാണ് നമ്മൾ. സീസണിലെ ഓരോ മത്സരങ്ങൾക്ക് അവസാനാന്ത്യം കുറിക്കപ്പെടുമ്പോഴും അതിമനോഹരമായ പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയവരാണ് നമ്മൾ. ലോക ഫുട്ബോളിൻ്റെ പല മൂലകളിൽ നിന്നും കാൽപന്തിനോടുള്ള പ്രണയത്താൽ എന്തും സമർപ്പിക്കാൻ തയ്യാറായ മലയാളക്കരയ്ക്ക് സ്വന്തം നേട്ടങ്ങൾ ആഘോഷികമാക്കാൻ കാലം കഞ്ഞി നൽകിയ ക്ലബ്ബായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ്. 2014 ഫൈനൽ തോൽവിയിൽ മുഖം പൊത്തി നടന്നവർ വരും സീസണിലും പ്രതീക്ഷമർപ്പിച്ചിരുന്നു. അതെ, എല്ലാം ആ സീസൺ കഴിയുമ്പോഴും കുഴിച്ചു മൂടുകയും ചെയ്യും. അങ്ങനെ 11 വർഷം കടന്നുപോയിരിക്കുന്നു. ഇതിനിടയിൽ പല നാമങ്ങളും മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇയാൻ ഹ്യൂമും ബെൽഫോർട്ടും ഓഗ്ബച്ചയും മെസ്സി ബൗളിയും സ്റ്റീഫൻ പിയേഴ്സണും ഡേവിഡ് ജെയിംസും ജോസുവും ഫക്കുണ്ടോ പെരേരയും ഗാരി ഹൂപ്പറും ജോർഡൻ മുറയും ദിമിത്രിയോസ് ദേമന്തക്കോസും ഇതിൽ പ്രധാനികളാണ്. ഈ പേരുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഞങ്ങളുടെ ബ്ലാസ്റ്റേഴ്സ്. അൽവാറോ ആസ്കിസിനെയും പെരേര ഡയസിനെയും ഇവാൻ മുക്കമനോവിച്ചിനെയും ഇതിൽ പ്രധാനമായിട്ടുണ്ട്. അതെ, പക്ഷേ അഡ്രിയാൻ നിക്കോളാസ് ലൂണ എന്ന നാമത്തിന് ഒരു പ്രത്യേകത തന്നെയാണ്. അതുരവിടുമ്പോൾ തിരിച്ചെത്തുന്ന പ്രതീക്ഷകളുണ്ട്. അതാണ് ലൂണ. പലരെയും ആ ജേഴ്സിയിൽ കാണാൻ കൊതിച്ചിരുന്ന സമയത്താണ് ആ മജീഷ്യൻ ഈ ടീമിലെത്തുന്നത്. ആദ്യ സീസണിൽ അയാൾ ഞങ്ങൾക്ക് നൽകിയ ഊർജം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് തന്നെ. രണ്ടാം സീസണിൽ ടീം പന്ത് തട്ടാനൊരുങ്ങുമ്പോൾ ആ മനുഷ്യൻ അവിടെ ഉണ്ടല്ലോ എന്ന പ്രതീക്ഷ ഞങ്ങൾക്കുള്ളിലുണ്ടായിരുന്നു. ഇന്ന് 2027 വരെ പന്ത് തട്ടാൻ വേണ്ടി അയാൾ വീണ്ടും കളമൊരുങ്ങുമ്പോൾ അതുതന്നെ ഞങ്ങളുടെ ഉള്ളിലുണ്ട്. മധ്യനിരയിലെ പ്രതീകമാണ് ലൂണ. മൈതാനത്തെ കാൽ കീലാക്കി നൃത്തം വെക്കുന്നത് കാണുമ്പോൾ രോമകൂപങ്ങൾ എണീറ്റ് നിൽക്കാറുണ്ട്. പാതിവയിൽ ഈ ടീമിനെ ഉപേക്ഷിക്കാൻ അയാൾ തയ്യാറല്ല. കാരണം ഈ സമൂഹം അദ്ദേഹത്തിൽ അമർപ്പിച്ച വിശ്വാസവും ആത്മാർത്ഥതയും ലൂണ എന്ന ആ കുറിയ മനുഷ്യൻ്റെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നു. പ്രതികാരങ്ങളും കണക്കുകൂട്ടലുകളും വീട്ടാനൊരുങ്ങുമ്പോഴും ലൂണ എന്ന ഒറ്റ പ്രതീക്ഷയിൽ വിശ്വാസം അമർപ്പിച്ചവരാണ് നമ്മൾ. കേരളക്കര എടുത്തുയർത്തിയ ദത്തുപുത്രൻ്റെ കഥയാണ് ലൂണക്ക് പറയാനുള്ളത്. ഈ 3 വർഷത്തിനിടെ അയാളുടെ പിറകെ നിരവധി ക്ലബ്ബുകൾ വിലപേശലിൻ്റെ ഒരു നിര തന്നെ ഒരുക്കി വെച്ചപ്പോഴും അയാൾ എല്ലാത്തിനെയും നിരസിക്കുന്ന രീതികളാണ് ആരാധകർ കണ്ടുവന്നത്. ലോയൽറ്റിയുടെ പ്രതീകമാണ് അഡ്രിയാൻ ലൂണ. ആരാധകരുടെ മനസ്സിൽ ഇത്രമേൽ ഇടം നേടിയ മറ്റൊരു പ്രിയപ്പെട്ട ബ്ലാസ്റ്റേഴ്സ് താരം ഇന്നില്ല. വന്നിറങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ തൻ്റെ പ്രയത്നത്തിന് മൈതാനത്ത് ഒരു വിശ്രമവും പ്രാപിച്ചിട്ടുമില്ല. ഒരു മിഡ്ഫീൽഡറുടെ റോൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ലൂണ കാണിച്ചു തരുന്നുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ 10ാം നമ്പർ ജേഴ്സിയിൽ ആര് വന്നിറങ്ങിയാലും അയാൾക്ക് കൊടുത്ത ആർമാദം ആർക്കും പങ്കിട്ടെടുക്കാനാവില്ല. അത്രമേൽ ആരാധകർ ആഘോഷിച്ച നാമമാണ് അഡ്രിയാൻ നിക്കോളാസ് ലൂണ. പ്രിയപ്പെട്ട മകളുടെ വിടവാങ്ങൽ അയാൾക്ക് സൃഷ്ടിച്ചത് ഒരു വലിയ തിരിച്ചടിയായിരുന്നു. പക്ഷേ സീസണിലെ ആദ്യ മത്സരത്തിൽ ഗോളടിക്കുമ്പോൾ ടീമിനെ അയാൾ എങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുന്നു എന്ന് ആരാധകർക്ക് മനസ്സിലായി. ശേഷമുള്ള സെലിബ്രേഷൻ കണ്ടപ്പോൾ ആരാധകരും അയാൾക്ക് കൂടെ ഒപ്പം കരഞ്ഞിരുന്നു. ഇന്നയാൾ ടീമിലെത്തിയിട്ട് 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷകൾ നൽകാൻ തുടങ്ങിയിട്ട് 3 വർഷം കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു ഫോർ അഡ്രിയാൻ നിക്കോളാസ് ലൂണ.